In addition, I know there's some attention paid to some language in the report about my recollection of events. There's even reference that I don't remember when my son died. I don't need anyone to remind me when he passed away or passed away. My memory is not good. My memory is fine. My memory, take a look at what I've done since I become president. None of you thought I could pass any of the things I got passed. How'd that happen? നമസ്കാരം. ജോസഫ് റോബിനിറ്റ് ബൈഡൻ ജൂനിയർ, എലിയാസ് ജോ ബൈഡൻ, born in 1942 and he is 81 years old. തന്റെ മകന്റെ വിയോഗ ദിനം മുറിക്കാൻ തനിക്കാരുടെയും സഹായം വേണ്ടെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ടി വന്ന, തന്റെ ഓർമ്മശക്തിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയേണ്ടി വന്ന അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഒരേയൊരു പ്രസിഡന്റായിരിക്കും ജോ ബൈഡൻ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീണ്ടും ഒരു ബൈഡൻ ട്രംപ് പോരിനുള്ള അങ്കത്തട്ട് ഏതാണ്ട് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രചാരണ യോഗങ്ങൾ കൊഴുക്കുമ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി ബൈഡന് നേർക്ക് തൊടുക്കുന്ന ബ്രഹ്മാസ്ത്രമാണ് പ്രായാധിക്യവും ബൈഡന്റെ ഓർമ്മക്കുറവും. 81 വയസ്സുള്ള ബൈഡന് ഇനിയൊരംഗത്തിന് ബാല്യമില്ല എന്ന് ട്രംപ് അനുകൂലികൾ പറയുമ്പോൾ ട്രംപിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഗൗരവമേറിയ ആരോപണങ്ങളെ അത് പ്രതിരോധിക്കാനുള്ള തന്ത്രമാണ് ഇതെന്ന് ഡെമോക്രാറ്റുകളും വാദിക്കുന്നു. അമേരിക്കൻ ഡയലോഗ് ഇന്ന് ഈ വിഷയത്തിലാണ്. ഓർമ്മയുണ്ടോ ഈ മുഖം? ഇന്നത്തെ അതിഥികളെ പരിചയപ്പെടാം. ഡെമോക്രാറ്റിക് പാർട്ടി അനുഭാവി ശ്രീ സാം ഉമ്മൻ, കോൺഗ്രസ് അനുഭാവിയും OICC USA ലീഡറും സംരംഭകരുമായ ശ്രീ ഷാലു പുന്നൂസ്, ഡെമോക്രാറ്റിക് പാർട്ടി അംഗവും എഴുത്തുകാരനുമായ AC ജോർജ് എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ബിഫോർ ഐ ബിഗിൻ ദി discussion, I would like to play another footage of Mr. Biden. Please play. Initially, the president of Mexico, Sisi, did not want to open up the gate to allow humanitarian material to get in. I talked to him. I convinced him to open the gate. മാധ്യമങ്ങളോട് തനിക്ക് ഓർമ്മക്കുറവില്ല, തന്റെ മകന്റെ വിയോഗ ദിനം ഓർക്കാൻ തനിക്കാരുടെയും സഹായം വേണ്ട എന്ന് പറഞ്ഞ അതേ പ്രസ് മീറ്റിലാണ് ഇങ്ങനൊരു പിശക്, ഇപ്പോൾ കണ്ടൊരു പിശക് ബൈഡൻ വരുത്തിയത്. അത് ഒരുപക്ഷെ സ്ലിപ്പ് ഓഫ് ടങ് ആവാം, അല്ലെങ്കിൽ ഓർമ്മക്കുറവാം, അത് നമുക്കറിയില്ല. പക്ഷേ ഈജിപ്ഷ്യൻ പ്രസിഡന്റിനെ മെക്സിക്കൻ പ്രസിഡന്റ് എന്നും വിശേഷിപ്പിക്കുന്നു. ഇതാദ്യമായിട്ടല്ല ബൈഡൻ അങ്ങനെ ഒരു കാര്യം പറയുന്നത്. മുൻപും അത്തരം തെറ്റുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായി നിലവിൽ ആയുധമാക്കുന്നുണ്ട് റിപ്പബ്ലിക്കൻ പക്ഷക്കാർ ബൈഡന് നേരെ. എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? അതിലേക്കാണ് നമ്മൾ ഇന്ന് ചർച്ച നയിക്കുന്നത്. ഞാൻ ആദ്യം ഡെമോക്രാറ്റിക് പാർട്ടി അനുഭാവിയായ സാം ഉമ്മനിലേക്ക് പോകുന്നു. See, Republican and critics seriously say that Biden is not capable for becoming the president of United States next time. He is having serious issues with his memory. എന്നൊക്കെയുള്ള അലിഗേഷൻസ് ആണ് അദ്ദേഹത്തിനെതിരെ ഡെമോക്രാറ്റുകൾ റിപ്പബ്ലിക്കൻസ് ഉയർത്തുന്നത്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? ശ്രീ സാമൻ. Greetings to all and especially to my Republican friends. എന്നാൽ അസമത്വത്തിന്റെയും അരാഷ്ട്രീയത്തിന്റെയും അസന്മാർഗീയതയുടെയും അസ്വരതയുടെയും വർഗീയ വിദ്വേഷത്തിന്റെയും സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന അതോറിറ്റേറിയനിസത്തിന്റെയും ഡിക്റ്റേറ്റർഷിപ്പിന്റെയും വിളനിലങ്ങളായ ട്രംപ്ലിക്കിനോട് എനിക്ക് പറയുവാനുള്ളത്, ടേൺ അവേ ഫ്രം യുവർ വൈൽഡ് തോട്ട്സ് ഓഫ് ആന്റി നാഷണൽ espionage activities, glorifying a criminal, tax evader, and an embodiment of all evil, the Trump. നിങ്ങൾക്ക് ബൈഡന്റെ ഏജിനെ കുറിച്ച് മാത്രമേ പറയുവാനുള്ളൂ. our president Joseph Biden, do you know his achievements? I will present before you some of the greatest achievements. When Biden and Vice President Harris took over, he faced unprecedented crisis, a raging pandemic, economic crisis, climate crisis, and racial injustice. And they started working immediately head-on to tackle this crisis and to give everything that they could give to the working families.
ഈ നേട്ടങ്ങളെല്ലാം ഉണ്ട് എന്ന് തന്നെ ധരിക്കുക. പക്ഷെ അപ്പോഴും ഹീസ് 81 years old. എന്താണ് കറണ്ട് അലിഗേഷൻ ആയിട്ട് വരുന്നത്? ഹീ ഈസ് ടു ഓൾഡ് ഫോർ എ സെക്കൻഡ് ടേം എന്നാണ്. അതായത് രണ്ടാമത് വീണ്ടും ഒരു പ്രസിഡന്റ് ആവാൻ അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്. അത് ശരിയല്ല എന്നൊരു അലിഗേഷനാണ് വരുന്നത്. മാത്രമല്ല അതിന് നിരവധി ഉദാഹരണങ്ങൾ റിപ്പബ്ലിക്കൻസ് ഉയർത്തിക്കാട്ടുന്നുണ്ടല്ലോ. Who is older? Look at Biden and look at the Trump you are talking about. If they walk together, Biden can go miles ahead of him. You know, a man structure himself, the physical structure itself is important to look at. Biden is very agile. And do you accept the criminal activities of Trump? The criminal activity, the fraud he has committed against tax payment? Do you accept that? ഉണ്ടായിരുന്നു. ബൈഡന്റെ ടങ് ചിലപ്പം സ്ലിപ്പ് ചെയ്തു. A president carries so much in his mind. That can happen to anybody. ശരി. ആ രീതിയിൽ അത് സ്ലിപ്പ് ഓഫ് ടങ് മാത്രമാണെന്ന് താങ്കൾ വാദിക്കുന്നു. എന്തായാലും ഇത് ട്രംപിന് അനുകൂലമല്ല എന്നുകൂടി താങ്കൾ പറയുന്നുണ്ടല്ലോ. ഞാൻ ശ്രീ ഷാലു പുന്നൂസിലേക്ക് പോകുന്നു. നോക്കുക, ഇത് ബൈഡന് പറ്റിയ ഒരു സ്ലിപ്പ് ഓഫ് ടങ് മാത്രമാണ് എന്ന് പറഞ്ഞൊഴിയുന്നുണ്ട് ഡെമോക്രാറ്റുകൾ. അത് ആ രീതിയിൽ കാണാതെ എന്തുകൊണ്ടാണ് അത് ഇലക്ഷനിൽ ഒരു ആയുധമാക്കി റിപ്പബ്ലിക്കൻസ് മാറ്റുന്നത്? അത് യഥാർത്ഥത്തിൽ ട്രംപിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളെ മറയ്ക്കാൻ വേണ്ടിയല്ലേ എന്ന് ഡെമോക്രാറ്റുകൾ ചോദിക്കുന്നു. ആദ്യമായിട്ട് തന്നെ നമ്മൾ താമസിക്കുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്താണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തി അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യമുള്ള രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ഈ രാജ്യത്തേക്ക് കുടിയേറിയതും നിരവധി ആളുകൾ ഇങ്ങോട്ട് കുടിയേറാൻ ആഗ്രഹിക്കുന്നതും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ സൗഭാഗ്യങ്ങൾ തുടർന്നും ഈ രാജ്യത്തിന് ലഭിക്കണം. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ ഭരണകർത്താക്കളും ഏറ്റവും ശ്രേഷ്ഠരായിരിക്കണം. ബൈഡന് 81 വയസ്സായി. ബൈഡന് പകരം വെക്കാൻ മറ്റൊരു കാൻഡിഡേറ്റ് ഡെമോക്രാറ്റിക് പാർട്ടിക്കില്ലേ? ട്രംപിനാണെങ്കിലും പ്രായമായി. ഈ രണ്ട് കാൻഡിഡേറ്റുകളെയും മാറ്റിയിട്ട് നല്ല യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കഴിവുള്ള ആളുകൾ ഈ രാജ്യത്തിലെ നിരവധി ആളുകളുണ്ട്. പിന്നെ അമേരിക്ക ഇന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിറ്റിയാണ്. ഒരു സ്ഥലത്ത് റിപ്പബ്ലിക്കൻ എക്സ്ട്രീമിസം, മറ്റൊരു സ്ഥലത്ത് ഡെമോക്രാറ്റിക് എക്സ്ട്രീമിസം. ഇതല്ലായിരുന്നു ഈ നാട്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന അമേരിക്ക ഇതല്ലായിരുന്നു. ഒരു ന്യൂട്രൽ അമേരിക്ക വേണം. അതാണ് അമേരിക്കയ്ക്ക് ആവശ്യം. റോബർട്ട് ഹർ എന്ന് പറയുന്ന സ്പെഷ്യൽ കൗൺസിലറുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് അതിനകത്ത് ബൈഡന്റെ അറ്റോർണി ജനറൽ നോമിനേറ്റ് ചെയ്ത റോബർട്ട് ഹറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, ബൈഡന് ഓർമ്മശക്തി നശിച്ചു. ബൈഡൻ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ട്. മകന്റെ മരണം ഓർക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. 1. 2, അദ്ദേഹം എന്ന് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്ന് അദ്ദേഹത്തിന് ഓർക്കാൻ പറ്റുന്നില്ല. ബൈഡൻ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഹാൻഡിൽ ചെയ്ത ഡോക്യുമെന്റ്സ് മിസ്പ്ലേസ് ചെയ്തതിന്റെ പേരിലാണ് ഒരു അന്വേഷണം തുടങ്ങി വെച്ചത്. ആ അന്വേഷണത്തിന് സ്പെഷ്യൽ കൗൺസിലറെ നിയമിച്ചത് ബൈഡന്റെ അറ്റോർണി ജനറലാണ്. ആ സ്പെഷ്യൽ കൗൺസിലാണ് റോബർട്ട് ഹർ. അദ്ദേഹത്തിന്റെ അന്വേഷണത്തിന്റെ ഫലമായിട്ട് അദ്ദേഹം പറഞ്ഞ പോയിന്റുകളാണ് നമ്മൾ ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ബൈഡന്റെ സംസാരവും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആൾക്കാരെ അദ്ദേഹം കാണുന്നു, അവരോട് സംസാരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ. അമേരിക്കയുടെ എക്കോണമി നല്ല രീതിയിലാണ് പോകുന്നതെങ്കിലും അതിന്റെ മറ്റൊരു സൈഡ് എന്ന് പറഞ്ഞാല് ഇൻഫ്ലേഷന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലേഷൻ ഇപ്പൊ നടക്കുന്ന അമേരിക്കയിലാണ്. ഞാൻ ഒരു രജിസ്റ്റർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. എന്റെ സാലറി ഇൻഫ്ലേഷൻ കഴിച്ചിട്ട് $3 കൂടിയിട്ടുള്ളൂ. അതേസമയം $300,000 വാങ്ങിച്ച് വീടിന്ന് വാങ്ങിക്കണമെങ്കിൽ $600,000 ആയി. ഇപ്പൊ മനുഷ്യന് ഇവിടെ അഫോർഡബിലിറ്റി വളരെ കുറഞ്ഞിരിക്കുകയാണ്. ജീവിക്കാൻ പറ്റുന്നില്ല. വാഹനങ്ങൾ $50,000 കുറഞ്ഞൊരു വാഹനം ഇന്ന് വാങ്ങിക്കാനില്ല. അമേരിക്കയുടെ ഇൻഫ്ലേഷൻ വലിയൊരു ചോദ്യമാണ്. പിന്നെ ലോകത്തിന്റെ നാനാഭാഗത്തും ഇപ്പോൾ യുദ്ധങ്ങളാണ്. അതായത് അമേരിക്കയുടെ ഒരു ശാന്തത ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറാനിൽ യുദ്ധം, ഇറാനെ കഴിഞ്ഞ ദിവസം ആക്രമിക്കുന്നു. റഷ്യയിൽ യുദ്ധം, യുക്രൈനിൽ യുദ്ധം, എന്ന് വേണ്ട യുദ്ധമില്ലാത്ത സ്ഥലങ്ങളില്ല. ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്കാണ് നമ്മുടെ രാജ്യം ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ശാശ്വതമായ പരിഹാരം വേണം, ശക്തരായ നേതാക്കൾ വേണം.
ബൈഡന്റെ പ്രായത്തെ പറ്റിയോ ബൈഡന്റെ ആരോഗ്യത്തെ പറ്റിയോ ഒന്നും വിശകലനം ചെയ്യാൻ ഞാൻ അദ്ദേഹത്തിന്റെ ഡോക്ടറല്ല. അതേസമയം ട്രംപ് ചെയ്തിരിക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കണം. പ്രസിഡന്റ് ആകാൻ ഒരു കാരണവശാലും അനുവദിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള അമേരിക്കയാണ് വേണ്ടത്, എക്സ്ട്രീമിസം വേണ്ട. താങ്കൾ ന്യൂട്രലായി ചിന്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, അതായത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, ഇതിപ്പോൾ ട്രംപ് ആണെങ്കിലും ബൈഡൻ ആണെങ്കിലും ഈ പറയുന്ന അലിഗേഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഉയർന്നു വന്നിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളാണെങ്കിലും ഇത് ഇരു പാർട്ടിക്കാർക്കും അറിയാലോ, എന്നിട്ട് കൂടി തങ്ങളുടെ നേതാവ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ആളെ മാത്രം, ഈ ഒരു മുഖത്തെ മാത്രം എന്തുകൊണ്ട് ഇവർ വീണ്ടും വീണ്ടും പിന്തുണയ്ക്കുന്നു? അതൊരു ചോദ്യമല്ലേ? അതൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപിന്റെ കൺട്രോളാണ് ഇപ്പോൾ. ട്രംപ് പറഞ്ഞില്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഒരു മാറ്റമില്ല. 80% ആൾക്കാർ ഇപ്പോഴും അന്ധമായിട്ട് ട്രംപിനെ വിശ്വസിക്കുകയാണ്. ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പകരം വെക്കാൻ ഇപ്പോൾ ഒരു നേതാവുമില്ല. ഇതാണ് ഇവിടുത്തെ രണ്ട് പാർട്ടികളുടെയും അവസ്ഥ. ഇത് മാറിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള, ജനങ്ങളാൽ നയിക്കുന്ന ഒരു പാർട്ടിയായി ഈ രണ്ട് പാർട്ടികളും മാറിയില്ലെങ്കിൽ അമേരിക്കയുടെ ഇനിയും വരാൻ പോകുന്ന 4 വർഷം വളരെ ഭയാനകമായിരിക്കും. അടുത്ത 3ാം ലോക മഹായുദ്ധത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് എന്ന വസ്തുത എല്ലാവരും മനസ്സിലാക്കുക. ശരി ശാലു, ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ AC ജോർജ് കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ AC ജോർജ്, നോക്കുക, ഡെമോക്രാറ്റുകൾക്ക് മുന്നോട്ട് വയ്ക്കാൻ ബൈഡൻ അല്ലാതെ മറ്റൊരു മുഖമില്ല എന്നൊരു പരാമർശമാണ് ശ്രീ ഷാലു പുന്നൂസ് നടത്തിയിരിക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? ആദ്യം സമീപകാലത്തെ ഇൻഡിക്കേഷൻ അനുസരിച്ച് ഡെമോക്രാറ്റുകൾക്ക് ജോ ബൈഡൻ, അതേമാതിരി റിപ്പബ്ലിക്കൻസിന് ഡൊണാൾഡ് ട്രംപ്, രണ്ട് പാർട്ടിക്കാരും അവർക്ക് ഒരു വേറെ ഒരു നേതാവിനെ കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. അത് രണ്ട് പാർട്ടിക്കാരും ഈ വിഷയത്തിൽ അരക്ഷിതരാണ് എന്ന് വേണം പറയാൻ. ഇപ്പോൾ നടക്കാൻ പോകുന്നത്, ഈ ഇലക്ഷനിൽ ഏതാണ്ട് നടക്കാൻ പോകുന്നത്, രണ്ട് വയസ്സന്മാർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്. രണ്ടുപേരും പ്രായാധിക്യമുള്ളവരാണ്. ആരോട് കുറ്റം പറയും? അത് എന്താണ്, ഒരു ഏജ് ലിമിറ്റ് ഈ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പലരും അഭിപ്രായപ്പെടുന്നു ഓൾഡ് ഈസ് ഗോൾഡ്. അപ്പോ അതങ്ങനെ നമുക്ക് പറയാം. ചില കാര്യങ്ങളിൽ ഓൾഡ് ഈസ് ഗോൾഡ്. തീർച്ചയായിട്ടും ഇരുത്തം ചെന്ന കാര്യങ്ങൾ ശരിക്കും പഠിച്ച് സാവകാശം ചെയ്യാൻ ഒരുമാതിരി ഉള്ള കുറച്ച് അറിവുള്ള വ്യക്തികൾക്ക് അത് ഓൾഡ് ഈസ് ഗോൾഡ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അത് നമുക്കറിയാമല്ലോ, അത് പ്രായോഗികമല്ല തലത്തിൽ. ഇതിനു മുൻപ് തുടക്കത്തിൽ തന്നെ കേട്ടു, പലപ്പോഴും ഓർമ്മശക്തി ബൈഡന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. അടുത്ത 4 വർഷം കൂടെ, ഈഫ് എലക്റ്റഡ്, അടുത്ത 4 വർഷം കൂടെ എന്ത് സംഭവിക്കും എന്നറിയില്ല. അപ്പോ പ്രായം ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പ്രായം, അതാണല്ലോ റിട്ടയർമെന്റ്. നമുക്ക് സിവിൽ സർവീസിൽ എല്ലായിടത്തും റിട്ടയർമെന്റ് ഉണ്ട്. അപ്പോ ഈ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ലോകത്തെ നമ്പർ 1 നേതാവാണ്. ലോകത്തെ പല അർത്ഥത്തിലും നിയന്ത്രിക്കേണ്ട, നയിക്കേണ്ട ഒരു നേതാവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവ് വളരെയധികം ക്രാന്ത ദർശനമുള്ള, ഓർമ്മശക്തിയുള്ള ഒരു വ്യക്തി ആയിരിക്കണം. ഇവിടെ ധാരാളം പേര് ഒരു ഏജിൽ ഒരു 45-നും അല്ലെങ്കിൽ ഒരു 65-നും മധ്യയുള്ള ധാരാളം ബുദ്ധിരാക്ഷസന്മാർ അമേരിക്കയിലില്ലേ? ഡെമോക്രാറ്റിക് പാർട്ടിയിലും കാണും തീർച്ചയായിട്ടും. അവരെന്തുകൊണ്ട് അവരെ അമേരിക്കൻ ജനത അല്ലയോ അതാത് പാർട്ടിക്കാർ എലക്ട് ചെയ്യുന്നില്ല? അവരുടെ പ്രൈമറികളിൽ എന്തുകൊണ്ട് അവർ ശോഭിക്കുന്നില്ല? എന്തുകൊണ്ട് അവരെ ഡെമോക്രാറ്റുകൾ എലക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻസ് എലക്ട് ചെയ്യുന്നില്ല? ഇത് രണ്ട് പാർട്ടിക്കാരുടെയും ഒരു ഇഷ്യൂ ആണ് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഈ രണ്ട് വയസ്സന്മാർ തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. ഈ രണ്ട് വയസ്സന്മാരിൽ ആര് ജയിച്ചാലും അമേരിക്കയുടെ പ്രസിഡന്റ്, ഒരു ലോക നേതാവ് എന്ന് പറയുന്ന ഒരു വയസ്സൻ തന്നെയായിരിക്കും. രണ്ടുപേർക്കും പ്രശ്നങ്ങളുണ്ട്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഡെമോക്രാറ്റുകൾ കൂടുതൽ അമേരിക്കൻ ജനതയ്ക്ക് പോപ്പുലർ ആയിരിക്കാം. അതുകൊണ്ടാണല്ലോ ഡെമോക്രാറ്റുകളുടെ കാര്യത്തിൽ ഒരു ശാന്തത വരുന്നത് എല്ലാ അർത്ഥത്തിലും. ഇപ്പോൾ ഇവിടെ ലോകത്ത് പലയിടത്തും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഒരർത്ഥത്തില് ഈ യുദ്ധം ഇനിയും
കൂടുതൽ ലോകമഹായുദ്ധമാകാതിരിക്കാൻ പക്ഷെ ബൈഡന്റെ ആ ഒരു ലീഡർഷിപ്പ് ആയിരിക്കാം കാരണം എന്ന് ഞാൻ അനുമാനിക്കുന്നു. ശ്രീ സാമുൽ നോക്കുക, ഈ രീതിയിൽ ഡെമോക്രാറ്റുകൾക്ക് ബൈഡന് പകരം മറ്റൊരു മുഖമില്ല എന്ന് പറയുന്നുണ്ട്. എല്ലായിടങ്ങളിലും ബൈഡന് വേണ്ടി മാത്രം മുറവിളി വരുന്നു. അതെന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ, പഴയ നേട്ടങ്ങളൊക്കെ തന്നെ അവിടെയുണ്ട്, അതെല്ലാം നമ്മൾ അക്കൗണ്ടിൽ വെക്കുന്നുണ്ട്. എങ്കിൽ കൂടി എന്തുകൊണ്ട് റിട്ടയർമെന്റ് എടുക്കുന്നില്ല? നമ്മൾ നേരത്തെ ബൈഡൻ പ്രസിഡന്റായി വന്നപ്പോൾ നമ്മൾ കമലാ ഹാരിസിന്റെ പേര് കേട്ടു. അടുത്ത തവണ കമലാ ഹാരിസ് ആയിരിക്കും ഒരുപക്ഷെ സ്ഥാനാർത്ഥിയെ വരിക എന്നൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷെ അതൊന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? എന്നോടാണ് ചോദ്യം. ശ്രീ സാമുമൻ. See, Biden is at the moment the unanimous choice of the Democratic Party. It is not that we don't have leaders. We have other leaders. But to continue the good work Biden has done, Biden and Harris has done, we want to continue that. Biden is able to do that. See, ഇന്ന് ലോകമഹായുദ്ധത്തെ കുറിച്ച് ആരാണ് പറഞ്ഞത്? ട്രംപ് ആണ് പറഞ്ഞത് മൂന്നാം ലോകമഹായുദ്ധം വരുന്നു. അതെങ്ങനെയാണ് വരുന്നത്? എവിടെ നിന്നാണ് വരുന്നത്? അത് പുടിനോടുകൂടി ചേർന്ന് യുക്രൈനെ പിടിച്ചതിന് ശേഷം യൂറോപ്പിലേക്ക് കടക്കാനുള്ള മാർഗമായിരുന്നു അവർ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ട്രംപ് ആയിരുന്നെങ്കിൽ ഓൾറെഡി there would have been a third world war. അത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തിത്വം ബൈഡൻ മാത്രമേ ഉള്ളൂ. കാര്യം നാറ്റോയെ ഒന്നിച്ചു കൊണ്ടുവന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയും, അതോറിറ്റേറിയനിസത്തിനും ഡിക്റ്റേറ്റർഷിപ്പിനും എഗെയിൻസ്റ്റ് നിൽക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച ഒരു വ്യക്തിത്വം ബൈഡൻ മാത്രമാണ്. അപ്പോഴും ഇപ്പോഴും ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യുദ്ധത്തിനൊരു മാറ്റവുമില്ല. 1.5 വർഷമായി യുക്രൈൻ റഷ്യ വാർ നടക്കുന്നു. ഇതാ പശ്ചിമേഷ്യൻ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ അമേരിക്കൻ ഇടപെടൽ ഉണ്ടാകും, അതോടുകൂടി യുദ്ധം അവസാനിക്കും എന്നൊക്കെ ലോകം കരുതി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഇപ്പോഴും യുദ്ധം അതുപോലെ തുടരുകയാണ്. അപ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ച് നോക്കിയാ അങ്ങനെയാണെങ്കിൽ അതൊരു പരാജയമല്ലേ? Putin is fighting against the Ukraine people. ഒരു ഡെമോക്രാറ്റിക് നേഷനെ ഇല്ലാതാക്കി പഴയ റഷ്യൻ കൺട്രീസിനെ എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി വീണ്ടും പുടിന്റെ ഡിക്റ്റേറ്റർഷിപ്പ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന പുടിനും അതിന് കൂട്ടുനിൽക്കുന്നതായ ട്രംപും, അതാണോ അമേരിക്കയ്ക്ക് വേണ്ടിയത്? അമേരിക്കൻസ് ആർ തിങ്കിങ് അബൌട്ട് ഇറ്റ്. മൂന്നാം ലോകമഹായുദ്ധം എന്ന് പറയും മുമ്പോട്ട് വെച്ചത് തന്നെ ട്രംപാണ്. സോ അമേരിക്കൻസ് knows who is capable. Age is, it is a golden thing that ബൈഡന് ആവശ്യത്തിനുള്ള വിവേകമുണ്ട്, ആവശ്യത്തിനുള്ള വിഷനുണ്ട്, ആവശ്യത്തിനുള്ളതായ ലോക രാഷ്ട്രങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അത് ഹി ഈസ് ഡെവലപ്പിംഗ് മോർ ആൻഡ് മോർ. ഏറ്റവും കൂടുതൽ അങ്ങനെ പറയാൻ സാധിക്കില്ല ശ്രീ സാമുമൻ. നോക്കുക, ഏറ്റവും ഒടുവിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര തവണയായി അമേരിക്ക വീറ്റോ പവർ ഉപയോഗിക്കുന്നു UN-ൽ? എന്താണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നും യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു നടപടി ഉണ്ടാവാത്തത്? എന്തിനാണ് ഇസ്രായേലിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? Putin is he ready to withdraw from Ukraine? And വേൾഡ് ഈ രാഷ്ട്രങ്ങൾ സ്വയം യുദ്ധത്തിൽ നിന്ന് മാറുമ്പോൾ മാത്രമേ ഒരു സമാധാനം അവിടെ സൃഷ്ടിക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് എല്ലാ ഗാസയിലും നടക്കുന്നത് തന്നെയല്ലേ? ആ രാഷ്ട്രങ്ങൾ തീരുമാനിക്കണം. Biden can use his power, but that they should listen. But they have to listen that it will come to that stage. This is the election year, and Biden will be coming out more forceful in those areas immediately after this election. ശരി ശരി ശ്രീ ഷാലു പുന്നൂസ്, നോക്കുക, ഈ രീതിയിൽ വാറുകളുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ മുൻപ് നമ്മൾ കണ്ടതുപോലെയുള്ള അമേരിക്കൻ ഇടപെടൽ ഉണ്ടാവുന്നില്ല. അത് ഭയന്ന് മാറി നിൽക്കുകയാണോ? അതേ സമയത്ത് തന്നെ മറുഭാഗത്ത് ഒരു വ്യവസായ യുദ്ധം, അതിപ്പോൾ ചൈനയുമായിട്ടാണെങ്കിൽ അങ്ങനെ കരുതാം, ആ രീതിയിൽ എടുക്കാം, അങ്ങനെ മാറുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ മേഖലകളിലൊക്കെ അമേരിക്കയുടെ നിലവിലെ സ്ഥിതി? അത് ഇലക്ഷനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇത് മൊത്തത്തിൽ പറഞ്ഞാല് ഒരു ഭരണാധികാരിയുടെ ശക്തമായ ഇടപെടലിന്റെ ഉചിതമായ തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റിയുടെ കുറവ് തന്നെയാണ്. ഞാൻ ഒരു
ന്യൂട്രലായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഞാൻ പറയാം, ട്രംപ് ഭരിച്ച 4 വർഷക്കാലം ഒരു രാജ്യത്തും യുദ്ധമില്ലായിരുന്നു. ഒരു രാജ്യത്തും യുദ്ധമില്ലായിരുന്നു. ഉണ്ടായിരുന്ന യുദ്ധങ്ങള് അവസാനിച്ചു. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഡിറ്റക്ടറായ കിങ്കോങ്ങിനെ അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി ട്രംപ് കണ്ട് സംസാരിച്ചു. അപ്പോൾ ആ 4 വർഷം ശക്തമായ ഒരു നേതൃത്വം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി യുദ്ധത്തിന് മുതിരത്തില്ല, കോംപ്രമൈസ് ചർച്ചയ്ക്ക് ആളുകൾ ക്ഷണിക്കുകയും 4 വർഷം ഈ രാജ്യത്ത് ഒരു രീതിയിലുള്ള യുദ്ധവും ഇല്ലായിരുന്നു. പുതിയ യുദ്ധങ്ങൾ തുടങ്ങിയില്ല, തുടങ്ങി വെച്ച യുദ്ധങ്ങൾ അവസാനിക്കുകയും ചെയ്തു. പക്ഷെ ട്രംപിന്റെ ഭാഗത്ത് പറ്റിയ തെറ്റെന്ന് വെച്ചാൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇലക്ഷന്റെ വിധി അംഗീകരിക്കാതെ ക്യാപിറ്റൽ ഹില്ലിലോട്ട് മാർച്ച് നടത്തിയതാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായ തെറ്റ്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ തെറ്റാണ്. അത് ഇവിടുത്തെ കോടതി തീരുമാനിക്കണം, അദ്ദേഹം ചെയ്തത് തെറ്റ് ശരിയാണോ എന്ന് അദ്ദേഹത്തെ തീരുമാനിക്കണം. ജോ ബൈഡന്റെ കാര്യത്തിൽ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ ഡീഫണ്ട് ദ പോലീസ് എന്നും പറഞ്ഞ് വലിയ മൂവ്മെന്റ് നടന്നു. ഞാൻ ജയിലിൽ കറക്ഷണൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. ജയിലിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാരെയും തുറന്നു വിട്ടു അന്നത്തെ സമയത്ത്. അപ്പൊ അതിന്റെ ഇരട്ടിയായിട്ട് ഇവരെല്ലാം പിടിച്ച് ലോക്കപ്പിൽ ഇടുക. ഈ ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന എല്ലാ സ്റ്റേറ്റുകളിലും അന്ന് ഡിഫണ്ട് പോലീസ് മൂവ്മെന്റ് ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് എല്ലാ പോലീസുകാരും 90% ആൾക്കാരും പിരിഞ്ഞുപോയി. ഇന്ന് പോലീസുകാരെ തപ്പിയെടുക്കുക നടക്കുക. പോലീസുകാരെ റിക്രൂട്ട് ചെയ്യാൻ ചെന്നിട്ട് പോലീസിൽ ചേരാനൊന്നും ആളില്ലാത്ത ഒരവസ്ഥയാണ് മിക്ക ഡെമോക്രാറ്റിക് സിറ്റികളിലും. ക്രൈം പെൻസിൽവാനിയയിലെ ഫിലഡൽഫിയയിലെ ക്രൈം, ചിക്കാഗോയിലെ ക്രൈം, കാലിഫോർണിയയിലെ ക്രൈം, ന്യൂയോർക്കിലെ ക്രൈം, ഇവിടുത്തെയൊക്കെ ക്രൈം എടുത്തു കഴിഞ്ഞാലും മനുഷ്യന് രാത്രിയിൽ ഞങ്ങൾ ഫിലഡൽഫിയയില് ഒരു ക്രൈം നടന്നാൽ വിളിച്ചാൽ പോലീസ് വരത്തില്ല. വെപ്പൺ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ പോലീസ് വരൂ, അല്ലെ പോലീസ് വരത്തില്ല. നമ്മളെ ഇവിടുത്തെ വഴിയും തല്ലിയിട്ട് പോയാൽ തല്ലുകൊണ്ട് വീട്ടിൽ പോകാൻ നിർത്തിയുള്ളൂ. ആ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളും മാറിയിരിക്കുകയാണ്. രാജ്യത്തിന് മാത്രമല്ല, രാജ്യത്തിന് പുറത്ത് മാത്രമല്ല യുദ്ധം, അകത്തും യുദ്ധവും അരാജകത്വവും വന്നിരിക്കുകയാണ്. ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാണെങ്കിൽ ശക്തമായ നേതൃത്വം വരണം. ഈ രാജ്യത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയുന്ന ഒരു ഭരണാധികാരി അവിടെ ഓഫീസിൽ ഇരുന്നെങ്കിൽ മാത്രമേ ഇതിന് മാറ്റം ഉണ്ടാകത്തുള്ളൂ. ശരി, ശ്രീ എ സി ജോർജ്, നോക്കുക, രാജ്യത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ വ്യക്തികൾ തമ്മിലുള്ള യുദ്ധമായി ഇത്തവണത്തെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ മാറുന്നുണ്ട് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിൽ എത്രമാത്രം കഴമ്പുണ്ട്? യഥാർത്ഥ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, അത് മനസ്സിലാക്കിയുണ്ട്. എന്താണ് സാമ്പത്തികമായ രാജ്യത്തിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ പ്രതിരോധ രംഗത്ത് എന്താണ് രാജ്യത്തിൻ്റെ അവസ്ഥ, ഇത്തരം കാര്യങ്ങളിലേക്ക് കൃത്യമായി വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള ഒരു നിലപാട് പറയലും അതിനെ ബേസ് ചെയ്തുള്ള ഇലക്ഷനുമല്ലേ വരേണ്ടത്? അല്ലാതെ വ്യക്തികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുക, ഓരോരുത്തരുടെയും മേന്മ പറയുക, ഇത് മാത്രമാണോ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ? നിർഭാഗ്യവശാല് ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ വ്യക്തിഹത്യ പരസ്പരം അല്പം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. മാധ്യമങ്ങളിൽ അതാണ് കാണുന്നത്, പരസ്പരം ചെളിവാരി എറിയുക. പിന്നെ ഇവിടെ ക്രൈമിനെ പറ്റിയെല്ലാം പറഞ്ഞു. ക്രൈം അതല്ല, ഇവിടെ ഫെഡറൽ സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ പാർട്ടിയോ ഒരു വ്യക്തിയോ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അമേരിക്കൻ പ്രസിഡന്റിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ന്യൂയോർക്കിലെ ഒരു സ്റ്റേറ്റ് ഗവർണറുണ്ട്, ടെക്സസിലെ ഗവർണറുണ്ട്. ഫെഡറൽ സിസ്റ്റം ഓരോ സ്റ്റേറ്റ് ആണ് ഈ ക്രൈം അങ്ങനെയുള്ള വിഷയങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. അത് അവരുടെ കൈകളിലാണ്. പല സ്റ്റേറ്റുകളിലും ഡെമോക്രാറ്റ് ഭരിക്കുന്ന സ്റ്റേറ്റ് ഉണ്ട്, റിപ്പബ്ലിക്കൻ ഭരിക്കുന്ന സ്റ്റേറ്റ് ഉണ്ട്. അത് സ്റ്റേറ്റ് ഇഷ്യൂ ആണ്. പക്ഷേ അമേരിക്ക മൊത്തത്തിൽ എടുക്കുമ്പോൾ ഇവിടുത്തെ സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ, പക്ഷെ നമ്മൾ സാമ്പത്തികമായ ഒരു അരക്ഷിതാവസ്ഥ പല മേഖലകളിലും ലോകമെങ്ങും ഉണ്ട്. നമ്മൾ ഇന്ത്യയിൽ നോക്കുക, ഇന്ത്യയിൽ ഉള്ളതിൻ്റെ ഒരു 50% പോലും ഇവിടെ സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഇല്ല. ഇവിടുത്തെ ഗവൺമെന്റ്, ഇവിടുത്തെ ജനങ്ങള് പല സാമ്പത്തികമായിട്ടും ഒരുവിധം സുരക്ഷിതരാണ് എന്ന് വേണം പറയാം. അതേമാതിരി കറപ്ഷൻ നമ്മളെ ഇന്ത്യയിൽ ആയിട്ട് ഇവിടെ താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെ കറപ്ഷൻ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ ഉള്ളതിൻ്റെ ഒരു 50% പോലും ഇവിടെ കറപ്ഷൻ ഇല്ല. ഇത് കറപ്ഷൻ ഫ്രീ എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാര്യ കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ ഒരു സാധാ കോൺസ്റ്റബിളിന് പോലും ഇവിടെ ടിക്കറ്റ് കൊടുക്കാം. ഓക്കെ, ഒരു കുഴപ്പവും ഇല്ല. ആ ടിക്കറ്റ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുന്ന പ്രശ്നമില്ല, അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പ്രശ്നമുള്ളൂ. അതേ അവസരത്തിൽ ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്ററുടെ ഏതെങ്കിലും ഒരു ബന്ധുവിന് ഏതെങ്കിലും ഒരു കുറ്റത്തിൽ പിടിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അവർക്ക് ട്രാഫിക് ടിക്കറ്റ് കൊടുത്താൽ ഇന്ത്യയിൽ അവന്റെ തൊപ്പി തെറിക്കും ആ പോലീസിന്റെ ആ ഒരു അവസ്ഥയാണ്.
അപ്പോൾ അവിടെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നവരാണ്, ഇവിടെ ചർച്ചയ്ക്ക് ഇരിക്കുന്നവരും ഒക്കെ ഇന്ത്യയിൽ വേരുകളുള്ളവരാണ്. അപ്പോൾ ഇന്ത്യയെ പോയി അവിടെ കുറെ കാലം ജീവിച്ചു, അതിനുശേഷം അമേരിക്കയിൽ ജീവിച്ചു. അപ്പോൾ അമേരിക്കയിലെ നീതിന്യായ വ്യവസ്ഥ, ഇവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം, സാമ്പത്തികമായ കാര്യങ്ങൾ എല്ലാം നോക്കുമ്പോൾ ഇവിടുത്തെ സിസ്റ്റം ഫാർ ബെറ്റർ ആണ്. ഇവിടുത്തെ ഡെമോക്രാറ്റിക് സിസ്റ്റം, ആ പറയുന്ന പാർട്ടികൾ തമ്മിലുള്ള പ്രൈമറി സിസ്റ്റം എല്ലാം വളരെയധികം ജനത്തിന് മനസ്സിലാകത്തക്ക രീതിയിലുള്ളതാണ്. ഇവിടെയാണ് ജനാധിപത്യം. പക്ഷെ ഇവിടെ കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ 2 വയസ്സന്മാര് തമ്മിൽ നമ്മൾ കാര്യം പറയുമ്പോൾ ഓൾഡ് ഈസ് ഗോൾഡ്, പക്ഷെ അത് പ്രാക്ടിക്കലി ഫിസിക്കലി ഓൾഡ് ഈസ് നോട്ട് ഗോൾഡ് ഫോർ എവരിവെയർ. ശരി, ആ രീതിയിൽ ഞാൻ സമയക്കുറവ് ഇടപെടുകയാണ്. ആ രീതിയിൽ 2 പ്രായമായവർ തമ്മിലുള്ള മത്സരമായി ഇത്തവണത്തെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ മാറുന്നുണ്ട് എന്ന വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിഹത്യ നടത്തുന്ന 2 പേർ നമ്മൾ കാണുന്നു. അത് റിപ്പബ്ലിക്കൻ പക്ഷത്താണെങ്കിലും ഡെമോക്രാറ്റിന്റെ പക്ഷത്താണെങ്കിലും ആ രീതി കാണുന്നു. എന്തായാലും ആരായിരിക്കും അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് എന്നതിന്റെ കൗതുകവും ആകാംക്ഷയും അത് ഏറി വരികയാണ്. അമേരിക്കൻ ഡയലോഗ് പവർഡ് ബൈ ഹെച്ച് ന്യൂയോർക്കിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയവുമായി ഇനി അടുത്ത ആഴ്ച. നമസ്കാരം.